ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ MNRF ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സിറ്റിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. MNRF ട്രീറ്റ്മെൻറ്റ് മീൻസ് മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി. അപ്പോൾ ഇതാ എൻ്റെ ഈ ഒരു സ്കിന്ന് കണ്ടില്ലേ, കുറേ ഇങ്ങനെ കുഴികളും കുറച്ച് റിമൈനിങ് പാടുകളും ഒക്കെ ഉണ്ട്. ഇത് ആക്നെ വന്നു പോയതിൻ്റെയാണ്. എനിക്ക് ആക്നെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അതിൻ്റെ ഫുൾ ആക്നെ ജേർണി വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു MNRF ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇർഷാദ് അലി സ്കിൻ കെയർ ക്ലിനിക്കിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ എപ്പോഴൊക്കെ ചെന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത്രത്തോളം പേഷ്യൻസും ഒക്കെ ഉണ്ടാവും. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ വേണ്ടി വന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേറെ കുറച്ച് എന്താ പറയുക ട്രീറ്റ്മെന്റ്സും ഒക്കെയാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഹൈഡ്രാ ഫേഷ്യൽ, അതുപോലെ തന്നെ നമ്മളുടെ വാർഡ്സ് റിമൂവൽ, അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ത്രെഡ് ലിഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ മൈക്രോ ബ്ലേഡിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 months ആയി. അപ്പൊ എന്റെ ആക്നെ എല്ലാം പോയിട്ടാണ് ഞാനിപ്പോ MNRF ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ആക്നെ വന്ന് മാറി കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരുപാട് കുഴികൾ, ടെക്സ്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാൻ, അതായത് അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജൻ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുക. ഇതാണ് ആക്ച്വലി MNRF ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡോക്ടറുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതായത് ഞാനിങ്ങനെ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എത്ര ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, പിന്നെ ഓരോരോ ചെറിയ പ്രോഗ്രസ്സുകളും ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെല്ലാം ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു. എനിക്കൊരു ആക്നെ ജേർണി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നീടുള്ള ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഞാൻ അന്ന് ഫോട്ടോസ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാനതൊരു ആക്നെ ജേർണി വീഡിയോ ആയിട്ടും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇവിടെ കൂടി എടുക്കാനുള്ള പെർമിഷനും കൂടി തന്നു. അപ്പോൾ ഞാൻ ആ ഒരു കാര്യങ്ങളും കൂടെ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഡോക്ടറും അവിടുത്തെ സ്റ്റാഫ്സും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളും കൂടെ, ഇതാണ് ഇർഷാദ് അലി ഡോക്ടർ. ഈ ഡോക്ടറുടെ അടുത്താണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ MNRF ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ തന്നു. ഞാൻ അങ്ങനെ പ്രൊസീജിയർ റൂമിലാണ് കേട്ടോ. ആദ്യം അവരെന്തോ ഒരു ലോഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ പെർമിഷൻ വേണം, കാരണം നമ്മളുടെ ഇഷ്ടത്തിന് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സംഭവം വെച്ചു. ആധികാരികമായി മെഡിക്കൽ ടേംസ് ഒന്നും ഉപയോഗിച്ച് പറയാനായിട്ട് എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. അപ്പം MNRF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള കുറച്ച് പ്രെപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് മൈക്രോ നീഡ്ലിംഗ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സാധാരണ കൺവെൻഷണൽ മൈക്രോ നീഡ്ലിങ്ങിനേക്കാളും പെയിന് കുറവാണ് ഇത്. ഇങ്ങനെ അതിൻ്റെ ചെറിയ നീഡിൽസ് ഇങ്ങനെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ആകുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ട്, പക്ഷെ നമുക്കിങ്ങനെ സഹിക്കാവുന്ന വേദനയുള്ളൂ. അങ്ങനെ ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഇത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജസ്റ്റ് ഒരു സൂചി വെക്കുന്ന പോലെ, ഒരു 4 സൂചികളൊപ്പം ഇങ്ങനെ വരുന്ന പോലെ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് 2 months ഗ്യാപ്പിലാണ് നെക്സ്റ്റ് സിറ്റിംഗ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. ഇത് ഞാൻ ഒക്ടോബറിലാണ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി എനിക്കിപ്പോൾ 2nd സിറ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഡോക്ടർ പറഞ്ഞിരുന്നത് നമ്മൾ എത്രത്തോളം ഒരു ഗ്യാപ്പ് കൊടുക്കുന്നോ അത്രത്തോളം ബെറ്റർ ആണ്. മിനിമം 2 months എങ്കിലും കഴിഞ്ഞിട്ടാണ് നമുക്ക് നെക്സ്റ്റ് സിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇനി ഞാനിപ്പോൾ ഒരു ജാനുവരിയിലോ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് സിറ്റിംഗ്, അതായത് എൻ്റെ 2nd സിറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് കേട്ടോ. എന്തായിരുന്നു ആലോചിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇനി മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, എത്രയാണ് MNRF ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻ്റ് ആയത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ MNRF ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 3500 ഉള്ളിലാണ് ഇൻക്ലൂഡിങ് GST വന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ കെയർ ആയിട്ട്, അതായത് കുറച്ച് ഓയിൻമെൻറ്റ്സ്, മെഡിസിൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ട് അഡീഷണൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4000 സംതിങ്
ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ടോട്ടലി ഈ ഒരു പ്രൊസീജിയറിന് മാത്രമായിട്ട് ചിലവായത് കേട്ടോ. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് ഒക്ടോബറിലല്ലേ, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിഫറൻസസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. ജസ്റ്റ് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷാൾ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, കാരണം ട്രീറ്റ്മെന്റ് ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ ഫേസിൽ തേക്കാനായിട്ട് 2 ടൈപ്സ് ഓയിൻമെന്റ്സും ഓർലി ഇൻടേക്ക് ചെയ്യാനായിട്ട് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫേസ് അത്യാവശ്യം റെഡ് ആയിട്ടാണ് കിടക്കുന്നത്, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിക്കോളും. പിന്നെ അതുപോലെ ഞാൻ ഈ ട്രീറ്റ്മെന്റ് ചെയ്തത് October 4th ഇപ്പോൾ 3 months കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു പോസിറ്റീവ് ഡിഫറൻസ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ ആ ഒരു പോൾ സൈസും അതുപോലെ തന്നെ കുഴികളുടെ ഡെപ്ത് ഒക്കെ കുറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലിപ്സിലൊക്കെ ഒരു ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ഗുളികകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് ലിപ്സിലൊക്കെ ചെറിയ ഡ്രൈനെസ് ഉണ്ടായിരുന്നത് കേട്ടോ. അതിന് ലിപ് ബാം ഒക്കെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ആക്നെ ജേർണി വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് കമൻസിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. എൻ്റെ മുന്നത്തെയും ഇപ്പോഴത്തെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ ഫേസിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിലെത്തി ചാനൽ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അത് ഫോളോവേഴ്സിന്റെ എണ്ണം കണ്ടില്ലേ, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 6.99K ആണ്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് October 4th, 2023 ആണ്. ഇപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് December 27th, 2023. അപ്പോൾ വിത്തിൻ എ ഷോർട്ട് പീരീഡ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 6000-ൽ നിന്നും 96,000-ലേക്കാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ആൻഡ് വി ഗോണ സൂൺ ഹിറ്റ് 100K. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാനും ഷായും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും. അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ് ഈ വീഡിയോസ് കാണുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലിയും. എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം നിങ്ങൾ ഒരുപാട് പേര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കമന്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. 100K ആയല്ലോ എന്നൊക്കെ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ മോർണിംഗ് ഒരു 10:30 ആകുമ്പോഴായിരുന്നു MNRF ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഉച്ച സമയമായി. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ പ്ലീസ് ഡു ഷെയർ. ആൻഡ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.